പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നയന ഇരുന്ന നയനയുടെ സങ്കടങ്ങളൊക്കെ പറയുകയാണ്. കാരണം ആദർശിനോട് അവർ അത്രയും കടുപ്പിച്ച് പറഞ്ഞാണല്ലോ വിട്ടത്, ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. ആ കാര്യങ്ങളൊക്കെ പറയുമ്പം നന്ദു പറയുന്നുണ്ട്, അച്ഛനും അമ്മയും പറഞ്ഞതിലാണോ തെറ്റ്? 7-ാം മാസത്തെ ചടങ്ങ് നടക്കുമ്പോൾ പോലും എന്താ ആദർശൻ്റെ അമ്മ കാണിച്ചത്? വളരെ മോശമായിട്ട് പെരുമാറിയത്, അതുകൊണ്ട് അച്ഛനും അമ്മയും അങ്ങനെ പറഞ്ഞത് എന്ന് നന്ദു പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ആദർശനും ദേവയാനിയും കൂടെ സംസാരിക്കുന്നത്. അന്നേരം ആദർശ് ദേവയാനിയോട് പറയുവാണ്, അവൾക്കിപ്പം പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഒരവസരം ഉണ്ടാക്കി കൊടുത്തത് ഞാനാണ്. അവളുടെ കഴിവിനെ കുറച്ച് കണ്ടുകൊണ്ടൊന്നുമല്ല ഞാൻ പറയുന്നത്, എങ്കിലും ഞാൻ അവളെ സ്നേഹിച്ചിട്ട് മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ ആദർശ് ചോദിക്കുന്നുണ്ട്. നയനെ വിളിച്ചിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞത് ആദർശിനെ ഭയങ്കര സങ്കടമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആദർശ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പിന്നീട് ഈ പ്രശ്നം വീണ്ടും ഗുരുതരമാകുന്നു എന്നറിയുമ്പം ജയനുമായിട്ട് സംസാരിക്കുന്നുണ്ട് ദേവയാനി. അപ്പം ജയൻ പറയുന്നുണ്ട്, ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മകനെ നമുക്ക് നയനയുടെ വീട്ടിൽ പോയി കാണേണ്ടി വരും, കാരണം അവന് അവളില്ലാതെ മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ ദേവയാനിയോട് പറയുന്നുണ്ട്. ദേവയാനിക്കും അങ്ങനെ തന്നെയാണ്, നയനയില്ലാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഏതായാലും ദേവയാനി നയനയുടെ വീട്ടിലോട്ട് വരാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ അറിയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ദേഷ്യപ്പെട്ട് മോളെ വിളിച്ചുകൊണ്ട് പോകാനാണെങ്കിൽ നമ്മൾ പറഞ്ഞു വിടില്ല എന്ന്. ഏതായാലും ദേവയാനി നയനയുടെ വീട്ടിലോട്ട് വരുന്നു. ആകെ മടിച്ച് ഇങ്ങനെ പയ്യെ പയ്യെ കയറി വരുന്ന നമ്മുടെ ദേവയാനിയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു പ്രൊമോ വിശേഷങ്ങൾ.